ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഷഹനാസ്. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഓവനും ഗ്രില്ലും ഇല്ലാതെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ അൽഫാം ചിക്കൻ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ആദ്യം തന്നെ അൽഫാമിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 വലിയ പീസ് ചിക്കനാണ്. ബ്രസ്റ്റിന്റെ 2 പീസും പിന്നെ ലെഗിന്റെ 2 പീസും നന്നായി കഴുകി അതിന്റെ സ്കിന്നോട് കൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ചിക്കനിൽ മസാലകളൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടി ഒരു കത്തി എടുത്ത് നന്നായി അത് വരഞ്ഞു കൊടുക്കണം. ചിക്കന്റെ എല്ലാ പീസിലും 2 സൈഡിലുമായിട്ട് നന്നായി വരഞ്ഞ ശേഷം ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. പിന്നെ ഒരു കല്ല് വെച്ച് അല്ലെങ്കിൽ ചപ്പാത്തി പരത്തുന്ന കോലോ അങ്ങനെ എന്തെങ്കിലും കട്ടിയുള്ള സാധനം വെച്ച് ചിക്കൻ നന്നായി ഒന്ന് ചതച്ചെടുക്കണം. ചിക്കൻ നന്നായി ഫ്ലാറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഗ്രില്ല് ഉപയോഗിച്ചിട്ടാണെങ്കിൽ അതിൽ നന്നായി പ്രസ് ആവുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെ ചെയ്യുന്നത്. ചിക്കൻ നന്നായി വാഷ് ചെയ്തെടുത്ത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമുക്ക് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര്. നല്ല കട്ട തൈരാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്, അധികം പുളിയില്ലാത്തത്. അര ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, അര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ശേഷം ഇത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യണം. അതിന്റെ വരഞ്ഞിട്ട ഭാഗങ്ങളിലൊക്കെ ശരിക്കും തേച്ച് പിടിപ്പിക്കണം. കൈകൊണ്ട് മിക്സ് ചെയ്താലേ ശരിക്കും ഒന്ന് മിക്സ് ആവുള്ളൂ. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ നേരം കൊണ്ട് നമുക്ക് അൽഫാമിന്റെ മസാല റെഡിയാക്കാം. ഇതിനു വേണ്ടി ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 5 റെഡ് ചില്ലി, അര ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം എന്നിവയെല്ലാം എടുത്ത് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടാറിയതിന് ശേഷം ഇതൊക്കെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. തരികളൊന്നും ഇല്ലാണ്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടി. പിന്നെ ഇതേ ജാറിലേക്ക് തന്നെ ഒരു മീഡിയം സൈസ് സവാള, വലുതാണെങ്കിൽ പകുതി ചേർത്താൽ മതി, ഒരു പച്ചമുളക്, ഒരു പിടി മല്ലിയില, അളവ് പറയുകയാണെങ്കിൽ ഒരു 1/2 കപ്പ്, പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ച് ഉണ്ടായ കാരണം ഞാനൊരു ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ 1ന്റെ പകുതി ചേർത്താൽ മതി.
ഇതൊക്കെ സെയിം ജാറിൽ തന്നെ ഇട്ട് നന്നായി വെള്ളമൊന്നും ചേർക്കാതെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ ഈ അരച്ചെടുത്ത പേസ്റ്റ് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇട്ട് നന്നായി എല്ലാ ഭാഗത്തും കൈകൊണ്ട് തന്നെ തേച്ച് പിടിപ്പിക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി വിട്ടുപോയതാണ്. അതും കൂടി ചേർത്താണ് ഇങ്ങനെ നന്നായി മിക്സ് ചെയ്ത് വെക്കേണ്ടത്. മസാലകളൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഫ്രിഡ്ജിൽ. ഫ്രീസറിലല്ല, താഴെയാണ് വെക്കേണ്ടത്. എത്ര മണിക്കൂർ വെക്കുന്നോ അത്രയും നന്നായി മസാല പിടിച്ച് ടേസ്റ്റി ആവും. ഒരു രാത്രി വെക്കുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. ചിക്കൻ നന്നായി അടച്ചു വേണം ഫ്രിഡ്ജിൽ വെക്കേണ്ടത്. പിന്നെ ഒരു 10 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാൻ എടുത്തത് തണുപ്പൊക്കെ മാറിയതിന് ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചാൽ ശരിയാവില്ല. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് മതി ഓയിൽ. സാധാരണ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പം ഓയിലൊന്നും ഉപയോഗിക്കാറില്ലല്ലോ. ഇവിടെ നമ്മൾ പാനിൽ ചെയ്യുമ്പോൾ കുറച്ച് ഓയിൽ മസ്റ്റാണ്, എന്നാലേ ഒന്ന് ശരിക്കും കിട്ടുള്ളൂ. അത് ചിക്കൻ പാനിൽ ഇട്ടതിന് ശേഷം ഏകദേശം ഒരു 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ചിക്കൻ വേവിക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കി പാത്രം മൂടി വെച്ച് വേവിക്കാം. പിന്നെ ഇടക്ക് ഒരു 5-6 വട്ടം അങ്ങ് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി വേവിച്ചെടുക്കണം. അപ്പൊ നമ്മളെ ചിക്കനൊക്കെ വെന്ത് നല്ല ഒറിജിനൽ അൽഫാം ആയിട്ടുണ്ട്. ഇനി ഒരു പ്രോസസ്സും കൂടി ബാക്കിയുണ്ട്. റെസ്റ്റോറന്റ് സ്റ്റൈലില് അൽഫാം റെഡി ആവണമെങ്കിൽ അതെന്താന്ന് കാണാം. സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് ഒരു ചെറിയ പീസ് ചാർക്കോൾ എടുത്ത് വീഡിയോയിൽ കാണും പോലെ ഇങ്ങനെ കത്രികയിലൊന്ന് പിടിച്ച് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കണം. പുകമണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പുകമണം കൂടി ഉണ്ടെങ്കിലേ കറക്റ്റ് ആവുള്ളൂ. ഒരു ചെറിയ സ്റ്റീൽ പാത്രം എടുത്ത് ചാർക്കോൾ അതിലേക്ക് ഇട്ട് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചാർക്കോൾ ഇല്ലെങ്കിൽ ചിരട്ട കത്തിച്ച് വെച്ചാൽ മതി, ഇല്ലെങ്കിൽ വിറകിന്റെ കനൽ വെച്ചാലും മതി. ശേഷം നന്നായി ആ പാത്രം അടച്ചു വെക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. ആ പുകയൊക്കെ ശരിക്കും ആ ചിക്കന് പിടിച്ച് 100% റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ സ്റ്റൈലുള്ള അൽഫാം നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അൽഫാം ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല എന്നറിയാം. അപ്പം ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം.